വരൂ. അകത്തോട്ട് വാ. ഇവൻ എൻ്റെ കൂട്ടുകാരനാ, വിക്രം. നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? എനിക്ക് എളുപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഇവനും ഞാനും ചെറുപ്പം തൊട്ടേ കൂട്ടുകാരാ. ഇവനെ കണ്ടിട്ട് 2 കൊല്ലങ്ങളായി. പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ സ്ട്രീറ്റിൽ പോവുമായിരുന്നു. ശരി, വീട്ടിലേക്ക് വന്നിട്ട് പോവാന്ന് ഞാൻ കൈയോടെ കൂട്ടിക്കൊടുന്നു. നീ ചെന്ന് ഇവനെ കുടിക്കാൻ വല്ലതും കൊണ്ടുപോവാ. അവിടെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അത്ര വലിയ ലാഭമൊന്നും ഇല്ലടാ. പിന്നെ എന്ത് ചെയ്യാനാ? എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതി അതങ്ങനെ കൊണ്ടുപോകുന്നു. അതെ, ചായ. എടുത്തോ. ശരിടാ, കുറച്ച് ജോലിയുണ്ട്, ഞാനൊന്ന് ഇറങ്ങട്ടെ. എന്താടാ അതൊക്കെ? ഇപ്പോഴല്ലേ വന്നും പറഞ്ഞ അപ്പോഴത്തേക്ക് പോകുന്നു പറഞ്ഞ നിക്ക്, കഴിച്ചിട്ട് പോകുന്നേ. വേണ്ടടാ, എനിക്ക് അർജന്റായിട്ട് പോകേണ്ട കാര്യമുണ്ട്. എന്താന്നേ ഇത്? ഒരുപാട് വർഷം കഴിഞ്ഞല്ലേ നിങ്ങളിങ്ങനെ മീറ്റ് ചെയ്തിരിക്കുന്നത്. വന്ന ഉടനെ പോവാന്ന് പറഞ്ഞാൽ എങ്ങനെ? വല്ലതും കഴിച്ചിട്ട് പോവൂ. അതല്ല പ്രശ്നം, എനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് പണിയുണ്ട്, പോയേ പറ്റൂ. ശരി, ഒരു കാര്യം, ഇപ്പൊ വേണമെങ്കിൽ പോയിക്കോ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരണം കേട്ടോ. ആ, തീർച്ചയായും, സമയം കിട്ടുമ്പോഴേക്ക് വരാം. ശരി, എന്നാ പിന്നെ കാണാം. ശരി, എന്നാ ഞാൻ വരട്ടെ. ആ ശരി ശരി, ഞാൻ പറഞ്ഞ ശരി, ആയിക്കോട്ടെ. ഹലോ, ആരാണ്? ഇത് ഞാനാണ്, വിക്രം. വിക്രം എന്ന് വെച്ചാൽ? ഹലോ, ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ? കുറച്ചു നേരം മുമ്പല്ലേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നത്. ഓ, നിങ്ങളായിരുന്നോ? അതെ അതെ, വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഫോൺ ചെയ്യണം ഞാൻ പറഞ്ഞിരുന്നു, അതാ വിളിച്ചത്. അങ്ങനെയാണോ? അദ്ദേഹം ഉറങ്ങാണല്ലോ. വല്ലതും പറയാനുണ്ടെങ്കിൽ പറയൂ, ഞാൻ വിളിക്കാം. ഏയ്, വിളിക്കൊന്നും വേണ്ട. അവൻ എഴുന്നേറ്റ് കഴിയുമ്പോ ഞാൻ വിളിച്ചായിരുന്നു പറഞ്ഞാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് സംസാരിച്ചോളാം. ഓക്കേ? ആയിക്കോട്ടെ. ആരാ ഫോണില്? നിങ്ങളുടെ ഫ്രണ്ട് വിക്രമായിരുന്നു. ദാ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ശരി ശരി, ഫോൺ താ. ആ പറയളി, എന്താ കാര്യം? എടാ, ഞാൻ വീട്ടിലെത്തി കേട്ടോ, അത് പറയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ. ഓ, അങ്ങനെയാണോ? ശരി, എന്നാ വെച്ചേക്കാം. ഓക്കെടാ, ബൈ. ബൈ. ദാ. സുനിതേ, സുനിതേ. എന്താ, നീ വിളിച്ചായിരുന്നോ? ഇതിൽ ബ്ലൂ കളർ ഫയൽ ഉണ്ടായിരുന്നു, കണ്ടോ നീ? ഇന്നലെ
ആ ഫയല് നിങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുപോയല്ലോ. ഓ, എടുത്തോണ്ട് പോയല്ലേ? ഉം. ഓക്കെ, ശരി, ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നേക്കാം. ഉം. ശരി, വാതിലടച്ചോ, സൂക്ഷിച്ചിരിക്കണേ. ശരി, ബൈ. ബൈ. നിങ്ങളായിരുന്നോ? അദ്ദേഹം ഇപ്പോഴാ ഓഫീസിലേക്ക് പോയത്. എന്താ ഇത്? നിങ്ങളുടെ ഭർത്താവുള്ളപ്പോൾ മാത്രം ഞാൻ വന്നാൽ മതിയോ? നിങ്ങളെ കാണാൻ കൂടി എനിക്ക് ഈ വീട്ടിൽ വരാൻ പറ്റില്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. വരൂ, അകത്തേക്ക് വരൂ. ആ ശരി. ഇരിക്കുന്നേ. ആ. നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറയട്ടെ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു ചെറിയ കാര്യത്തിന് വേണ്ടി ഈ വഴി വന്നതാ. അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് പോകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. ഓ ശരി, ഇരിക്കൂ. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരാം. ഏയ് സാരല്ല, ഒന്നും വേണ്ട. ഇപ്പോഴാണ് ഞാൻ പുറത്തുനിന്ന് കുടിച്ചത്. എന്തിനാ നിൽക്കുന്നേ? ഇരിക്കേ. എന്താന്നേ, വിളിച്ചു പറയുക പോലും ചെയ്യാതെ പെട്ടെന്ന് വന്നത്? എന്താ കാര്യം? എന്താ ഇത്? ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്നാണോ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എപ്പോ വേണമെങ്കിലും വരാം. ആ ഓക്കെ, ശരി. എന്നാ ഞാനിപ്പോൾ ഇറങ്ങട്ടെ. ശരി. ശരി, എന്നാ പിന്നെ കാണാവേ. ആ ശരി. നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? എന്റെ നമ്പറോ? എന്തിനാ നിങ്ങൾക്കത്? അത് പ്രത്യേകിച്ചൊന്നുമില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വല്ലതും ഉണ്ടായാൽ ഫോൺ ചെയ്യാലെന്ന് കരുതിയ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. എന്റെ നമ്പർ എന്തിനാ നിങ്ങൾക്ക്? അയ്യോ, ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ പറയാ? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ചോദ്യത്തിന് മേൽ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഉള്ള കാര്യം പറയാം, നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പറഞ്ഞ് എൻ്റെ മണ്ട പൊളിയെന്നാ തോന്നുന്നത്. ശരി, നമ്പർ ഒന്ന് താ. ശരി ശരി, ആ ഫോണിങ് താ. ഇതാണ് എന്റെ നമ്പർ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ അങ്ങനെയാവട്ടെ. ഹലോ. ഹലോ, ഞാൻ വിക്രമാണ് സംസാരിക്കുന്നത്. ആ പറയുന്നേ. എന്താ, എന്നെ ഓർമ്മയുണ്ടോ? ആ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് അല്ലേ? ആ അത് തന്നെ. ഞാൻ ഇവിടെ കിടക്കുക. എന്താ കാര്യം പറ. എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നോട് എന്താ പറയാനുള്ളത്? സുനിതേ, സുനിതേ. ആ അല്ല, നിങ്ങൾ എപ്പോഴാ വന്നത്? ഞാനിപ്പോ വന്നിട്ടേ ഉള്ളൂ. അതിരിക്കട്ടെ, ഡോർ തുറന്നു വെച്ചിട്ട് നീ അകത്ത് എന്തെടുക്കുമായിരുന്നു? തുണിയൊക്കെ മടക്കി അലമാരി വെക്കുമായിരുന്നു. ശരി, നീ പോയിട്ട് ചായ എടുത്തോണ്ട് വാ. ഇതാ ചായ. അതെ, ഇന്ന് നിങ്ങൾ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നായിരുന്നു. ആണോ? എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എന്തോ ജോലിക്കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നതായിരുന്നു. അതുവഴി നമ്മുടെ വീട്ടിൽ കയറിയതാന്നാ പറഞ്ഞത്. ഇവിടുന്ന് പോകുമ്പോ എന്റെ ഫോൺ നമ്പർ വേണോന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങി. അതിനുശേഷം ഒരു ഉച്ചയോടുകൂടി എന്നെ ഫോൺ വിളിച്ച് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുക. അദ്ദേഹത്തോട് ഞാൻ എന്ത് സംസാരിക്കാനാന്നേ? അതുകൊണ്ട് ഞാൻ ആ കോള് കട്ട് ചെയ്തു. കോൾ കട്ട് ചെയ്തു?
എന്നോട് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടി ഒരു പക്ഷേ അവൻ വിളിച്ചതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അത് നിങ്ങളെയല്ലേ വിളിക്കേണ്ടത്? എന്നെ എന്തിനാ വെറുതെ വിളിക്കുന്നത്? വെറുതെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കും. നീ അത് കാര്യമാക്കണ്ട. ഉം. ശരി, നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ഉം. അതേ, ആ പറയേ. നിങ്ങളുടെ ഫ്രണ്ടിന്റെ ബിഹേവിയർ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആണോ? അല്ല, എന്തു പറ്റി? എന്താന്നറിയില്ല. അദ്ദേഹത്തിന്റെ ആ നോട്ടവും എന്നോട് സംസാരിക്കുന്ന വിധവും എല്ലാം അങ്ങ് തെറ്റായി തോന്നുന്നു. അതെ, അവൻ്റെ ലുക്ക് കണ്ടാലും റൗഡിയെ പോലെ ഉണ്ടാവും. അല്ലാണ്ട് അവൻ ശരിക്കും നല്ലവനാണ്. ഉം. നിന്നെ നമ്പർ വാങ്ങിച്ചിന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നീ അവനെ വെറുതെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇല്ലെന്നേ, അയാൾ ആളത്ര ശരിയല്ല. അയാൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ശരി ശരി, വെറുതെ ഓരോന്ന് ടെൻഷൻ ആവല്ലേ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. രാവിലെ എനിക്ക് നേരത്തെ ഓഫീസിലോട്ട് പോകണം. വേഗം കിടന്നാലേ നേരത്തെ ഓഫീസിലോട്ട് പോകാൻ പറ്റൂ. സുനിതേ. ആ, ഇതാ വരുന്നു. അപ്പോഴേക്കും പുറപ്പെട്ടോ? ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? ഇല്ല വേണ്ട, ഓഫീസിലേക്ക് ഓൾറെഡി ലേറ്റായി. ഞാൻ പോവുക. അങ്ങനെയാണോ? ശരി, നീ കഴിച്ചോ. ഞാനൊന്ന് ഓഫീസിലെ ക്യാൻറ്റീനിൽ കഴിച്ചോളാം. ശരി, ഒന്ന് നിക്ക്. ഞാൻ പാല് കൊണ്ടുവരാം, അതെങ്കിലും കുടിച്ചിട്ട് പോ. ശരി, എടുത്തോണ്ട് വാ. ഇപ്പൊ തരാം. ഉം. ശരി, ഞാൻ എന്നാ പോയിട്ട് വരാം. ശരി, സൂക്ഷിച്ചു പോണേ. ഉം. ഓ, നിങ്ങളായിരുന്നോ? അതെ, ഇപ്പോഴാ നിങ്ങളുടെ ഫ്രണ്ട് ഓഫീസിലേക്ക് പുറപ്പെട്ടു പോയത്. അതറിയാം. അവൻ ഈ സമയത്ത് ഓഫീസിലേക്ക് പോകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത്? ആ, എന്താ നിങ്ങളിപ്പോ പറഞ്ഞത്? ആ, അത് പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് ഈ സമയത്ത് ഓഫീസിലേക്ക് പോകുമെന്ന് അറിയാമെന്ന് പറയായിരുന്നു. അങ്ങനെയായിരുന്നോ? ശരി ശരി. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിനെ അകത്തേക്ക് വായെന്ന് പോലും പറയില്ലെന്നാണോ? ഉം. ശരി, അകത്തേക്ക് വാ. ഉം. വരൂ, വന്നിരിക്കൂ. ഉം. ഇന്ന് വീട്ടിലെന്താ കഴിക്കാനുണ്ടാക്കിയത്? ചപ്പാത്തിയാ ഉണ്ടാക്കിയത്. അയ്യോ, ഇവിടുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. എനിക്ക് കുടിക്കാനായിട്ട് ഒരു ചായ ഉണ്ടാക്കാൻ പറ്റുമോ? ശരി, ഇപ്പൊ കൊണ്ടുവരാം.
അതെ, എന്തായി കാണിക്കുന്നത്? നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്ത് ഇഷ്ടമായിരുന്നോ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ ലോകത്തിൽ ഒരു പെണ്ണ് സുന്ദരിയാണെങ്കിൽ അവളെ ആണ് ആസ്വദിക്കുക തന്നെ ചെയ്യും. അതെ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഭാര്യയാണ്. അതുകൊണ്ടെന്താ ഫ്രണ്ടിന്റെ വൈഫിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പാടില്ലെന്നാണോ? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അദ്ദേഹം ഇല്ലാത്തപ്പോ വീട്ടിൽ വന്ന് ഇങ്ങനെ തെറ്റായി സംസാരിക്കുന്ന ഒന്നും അത്ര ശരിയല്ല. ഇന്നാ ഈ ചായ കുടിച്ച് പുറപ്പെടാൻ നോക്ക്. ദയവ് ചെയ്തിനി എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഛേ, ഈ ചായ പോലും നിന്നെ പോലെ സൂപ്പർ ആയിട്ടുണ്ട്. എന്താ നീ ഇത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്നോട് ഇതുപോലെ സംസാരിക്കരുതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാ. വീണ്ടും വീണ്ടും നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നോക്ക്, എന്താന്നറിയില്ല, നിന്നെ കണ്ട ആ നിമിഷം മുതൽ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് 1 മണിക്കൂറെങ്കിലും നിന്റെ കൂടെ ജീവിക്കണം. നീ ഓക്കെയാണോ? നന്നിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതെ, ആദ്യം ഇവിടുന്ന് പോവാ നോക്ക്. എണീക്ക്. ഏയ്, കൂൾ കൂൾ. ഞാൻ എന്തുമാത്രം സ്നേഹത്തോടെ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ആണെങ്കിൽ എന്റെ മുഖത്തടിക്കുന്ന പോലെ സംസാരിക്കുന്നു. ഇപ്പൊ മര്യാദയ്ക്ക് പുറത്തേക്ക് പോകുന്നുണ്ടോ? ഇതാ നിങ്ങൾക്ക് ലാസ്റ്റ് വാണിംഗ്. നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോയില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓക്കേ, ഇങ്ങനെ ദേഷ്യപ്പെടാതെ. അത് ആരോഗ്യത്തിന് നല്ലതല്ല. ഹലോ, പറയൂ മോളെ, സുഖം തന്നെയല്ലേ? ആ, എനിക്ക് സുഖം തന്നെ അമ്മേ. അമ്മേ, ആ, എനിക്ക് അമ്മയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അമ്മ എനിക്ക് കറക്റ്റായ ഒരു സൊല്യൂഷൻ തരണം. പ്രധാനപ്പെട്ട കാര്യോ? എന്താ മോളെ, എന്താ കാര്യം? ഒന്നുമല്ല, ഞാൻ കുറച്ച് ദിവസമായി ഒരു ചെറിയ പ്രോബ്ലത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അമ്മ തരുന്ന ഉപദേശത്തിനനുസരിച്ചാണ് അടുത്തത് ഞാൻ തീരുമാനിക്കുന്നത്. പ്രോബ്ലമോ? എന്താ മോളെ, എന്താ കാര്യം? അമ്മേ, എന്റെ ഭർത്താവ് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നു. പിറ്റേ ദിവസം അയാൾ വീട്ടിലേക്ക് വന്ന് എന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചോണ്ട് പോയി ഫോൺ ചെയ്യാൻ ആരംഭിച്ചു. ഇന്നാണെങ്കിൽ അദ്ദേഹം ഇവിടെ ഇല്ലാത്തപ്പോ വന്ന് ശല്യം ചെയ്യുന്നു. ഞാൻ എന്റെ ഭർത്താവിനോട് ഇന്നലെ സംഭവിച്ച കാര്യത്തെപ്പറ്റി പറഞ്ഞു. പക്ഷേ ഞാൻ എത്ര പറഞ്ഞിട്ടും അദ്ദേഹം അതൊന്നും വിശ്വസിക്കുന്നില്ല. അവൻ നല്ലവനാണ്, അവനെപ്പറ്റി തെറ്റായി പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് സംഭവിച്ച കാര്യത്തെപ്പറ്റി അദ്ദേഹത്തോട് പറഞ്ഞ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുമെന്ന് എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. മരുമോൻ അങ്ങനെയാണോ പറഞ്ഞത്? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല അമ്മേ. അങ്ങനെയാണോ? ഇത് നോക്ക്, അവൻ എന്ത് വിചാരിച്ചാലും സാരമില്ല. അവൻ വന്ന ഉടനെ തന്നെ അവന്റെ ഫ്രണ്ടിന്റെ കാര്യം അങ്ങ് പറഞ്ഞേക്ക്. ഒരുപക്ഷെ നീ പറയാതിരുന്നാൽ അവൻ എങ്ങനെയെങ്കിലും ഇത് അറിയാനിടയായാൽ ആവശ്യമില്ലാതെ അവൻ നിന്നെ സംശയിക്കും. അതുകൊണ്ട് അവൻ വന്ന ഉടനെ എല്ലാ കാര്യവും അങ്ങ് പറഞ്ഞേക്ക്. ആ, ശരി അമ്മേ. ശരി.
അതെ, എന്തു പറ്റി? എന്താ ഒരു ക്ഷീണം പോലെ? എന്താ ദേഹത്തിനൊരു സുഖല്ലേ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. നോണ പറയില്ലേ? നിന്റെ മുഖത്തിന് നല്ല ക്ഷീണമുണ്ടല്ലോ. ഉള്ള കാര്യം തുറന്നു പറയേ. എന്താ പറ്റിയേ? എന്താ പനിക്കുന്നുണ്ടോ? നിന്നോടല്ലേ ചോദിക്കുന്നത്? വാ, ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം. അല്ലെങ്കിൽ ഗുളിക എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരട്ടെ? വേണ്ടെന്നേ, എനിക്ക് അസുഖമൊന്നുമില്ല. അതെ, പിന്നെന്തിനാ നീ ഇങ്ങനെ ഇരിക്കുന്ന? പറയേ. അതെ, ഞാൻ പറഞ്ഞാൽ മാത്രം നിങ്ങളങ്ങ് വിശ്വസിക്കല്ലോ. എടി, എന്താ നീ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കാറില്ലേ. ശരി, എന്താ കാര്യം എന്ന് പറയേ. ഇന്നും നിങ്ങളുടെ ഫ്രണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു. ശരി. എന്നോട് വീണ്ടും തെറ്റായിട്ട് വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചു. അവനോ? എടി, നിനക്കിത് എന്താ പറ്റിയത്? നീ എന്താ എപ്പോ നോക്കിയാലും അവനെ കുറ്റം മാത്രം പറഞ്ഞോണ്ടിരിക്കുന്നത്? അവൻ ശരിക്കും നല്ലവനാ. നിനക്കെന്താ അവനെ കണ്ടാൽ മാത്രം അങ്ങനെ തോന്നുന്നത്? ഞാൻ അയാളെ പറ്റി എന്തു പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാനൊന്നും പറയാതിരുന്നത്. നിങ്ങൾക്ക് ഭാര്യയെക്കാളും ഫ്രണ്ടിനെയാണ് കൂടുതൽ വിശ്വാസം അല്ലേ? എടി, നീ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാ സംസാരിക്കേണ്ടത്? എന്നും നിങ്ങൾ ഓഫീസിൽ പോയ ഉടനെ അദ്ദേഹം ഇങ്ങോട്ട് പുറപ്പെട്ടു വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാലോ വൃത്തികെട്ട രീതിയിൽ എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം അയാൾ ശരിയല്ലെന്ന് ഇതിനോടകം പറഞ്ഞിട്ടുള്ളതാ. ശരി, ഇപ്പൊ എന്താ ചെയ്യാ പറയ്. എന്താ ചെയ്യേണ്ടെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? ഹായ്, എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. അകത്തേക്ക് വരട്ടെ? എന്തിനിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഞാനൊന്ന് പറഞ്ഞതിനെ പറ്റി നീ ആലോചിച്ച് നോക്കിയായിരുന്നു? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ എന്തിനെ കുറിച്ച് ആലോചിക്കേണ്ടത്? അതെന്താ? ഞാൻ വീണ്ടും പറയണം, നിന്നെ എനിക്ക് വേണം. നീ ഇതിന് സമ്മതിച്ചില്ലേ ഞാൻ ഇനി ജീവിക്കുന്നുണ്ട് യാതൊരു പ്രയോജനമില്ലാതായി പോകും. ദയവ് ഇതൊന്ന് മനസ്സിലാക്ക്. നോക്ക്, നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഈ കാര്യം ആരും അറിയാതെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഇന്നലെ നിങ്ങളോട് അത്രത്തോളം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇനിയും എന്നോട് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? അളിയ, ഈ ആഴ്ച നിനക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? വീട്ടിലുണ്ടെന്നുള്ള കാര്യം എന്നോട് പറയാറുന്നല്ലോ. എന്താ അതൊക്കെ? നീ നല്ലവനാണെന്ന് വിചാരിച്ചപ്പോ നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നേ? ഞാനൊന്നും കാണിച്ചില്ലടാ. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ ഞാൻ എന്താ ചെയ്തേ? നിന്നെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോഴേ ഞാൻ വിശ്വസിച്ചത് പോലുമില്ല. പക്ഷെ നീ ഇത്രയ്ക്ക് മോശക്കാരനായല്ലോ. നിന്നെയൊക്കെ ഫ്രണ്ടെന്ന് പറയാൻ നാണം തോന്നുന്നു. കുറെ കൊല്ലദേശം ഞാൻ നിന്നെ മീറ്റ് ചെയ്തപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ നീ ഇതുപോലെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യം നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങ. എടാ അളിയ, എന്താടാ ഇത്? നിനക്ക് എന്തു പറ്റി? എടാ, നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, അത് മറക്കരുത്. ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞേ. ദൈവം എന്നോട് ക്ഷമിക്കടാ അളിയ. നിർത്തടാ, ഓടാ പുറത്ത്.